ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് വന്നിട്ടുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്തും സ്ഥലത്തും സന്ദർഭവും നോക്കി നമ്മളത് പ്രതികരിച്ചിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് അയ്യോ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സമാധാനം വരില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലോട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്കതൊന്ന് പറയേണ്ട ആ ഒരു സമയത്ത് നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ടെൻഷനായിരിക്കും. പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അത് ഇനി ആർക്കും അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സമയങ്ങളിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ സന്ദർഭങ്ങളാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയാം, ജോലി സ്ഥലത്ത് നിങ്ങളെ വേർതിരിച്ച് കാണുമ്പോൾ അവിടെ നിങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. ഇപ്പം നമ്മൾ നല്ല സിൻസിയറിറ്റി ആയിട്ട് നല്ല എന്താ പറയുക നല്ല രീതിയിലൊക്കെ നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളെ ഒരു വേർതിരിച്ച് നമ്മളോടൊക്കെ കാണിക്കുകയും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അത് നമ്മളങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട ആ ഒരു സമയം എടുത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ കേട്ടോ. അത് പിന്നത്തേക്ക് നമ്മൾ ഒട്ടും മാറ്റി വെക്കരുത്. അത് എപ്പോഴും ഓർമ്മയിലിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ചെയ്യാത്ത തെറ്റിന് നമ്മളെ പ്രതിയാക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളവിടെ പ്രതികരിച്ചേ പറ്റൂ. നമ്മളിപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുത്താൽ മതി, അതിന് ശിക്ഷ അനുഭവിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും ആ തെറ്റ് നമ്മൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ പ്രതിയാക്കി നമ്മളെ ഇങ്ങനെ ക്രോസ് വിസ്താരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഉള്ള സംസാരിക്കാൻ മറ്റൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ടുള്ള മറുപടികൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കള്ളരായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ട ആ ഒരു സ്ഥാനത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോഴോ ഉപദ്രവിക്കുന്ന സമയങ്ങളിലോ നമ്മൾ പ്രതികരിച്ചേ പറ്റും. അല്ലാതെ കൊണ്ട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരായാലും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വന്ന കാലത്ത് ആ ഭീഷണിയിൽ വഴങ്ങി ആരും ഇരിക്കത്തില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഉപദ്രവിക്കുന്ന സമയങ്ങളിൽ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും ആർക്കും നമ്മൾ ഒരു എന്താ പറയുക അടിമകളൊന്നുമല്ല. ഈ വന്ന കാലത്ത് നമ്മളെ ഉപദ്രവിക്കേണ്ടയൊക്കെ സന്ദർഭങ്ങളിലും ഭീഷണിപ്പെടുത്തി നമ്മളിൽ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഈ ഉപദ്രവങ്ങളും എന്താ പറയുക എല്ലാം കൊണ്ട് നമ്മൾ വെറും പുഴുക്കളെ പോലെ അവരുടെ കാൽ കീഴി കിടക്കേണ്ട ആ ഒരു ഇത് വരും. അതുകൊണ്ട് പ്രതികരിക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ അത് ചൂണ്ടിക്കാണിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മളത് സമ്മതിക്കും. അതേസമയം നമ്മൾ ഒരു കാര്യവുമില്ലാതെ നമ്മളെ ഏത് നേരവും കുറ്റപ്പെടുത്തി നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളത് പ്രതികരിച്ചിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അത് നീണ്ടു വരും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ശല്യം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വേണ്ടാത്ത കാര്യത്തിലൊക്കെ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ പ്രതികരിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചിരിക്കണം. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അവരോടൊക്കെ നമ്മൾ ഓരോരുത്തരോടും ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നല്ലൊരു ബോധ്യം നമുക്കുണ്ട്. അപ്പം നമ്മളെ വെറും തരം താഴ്ന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മളവിടെ പ്രതികരിച്ചിരിക്കണം. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുമ്പോൾ നമ്മളവിടെ പ്രതികരിച്ചിരിക്കണം. കാരണം നമ്മളുടെ കാര്യങ്ങളാണ് മോശമായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ അതിൽ പ്രതികരിക്കാനുള്ളത്. നമുക്ക് മാത്രമാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് വരുന്നത്. കാരണം നമ്മൾ മോശക്കാരല്ല, പിന്നെ നമ്മളെ മോശമായിട്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ അന്നേരം പ്രതികരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോശം അവസ്ഥയിലോട്ട് നമ്മൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ തന്നെ പ്രതികരിക്കണം. നമുക്ക് വേണ്ടി മറ്റാരും പ്രതികരിക്കാനില്ല എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാകണം. നമ്മൾ എന്ത് കാര്യത്തിനായാലും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം, അത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല, ഇല്ലെങ്കിൽ നമുക്കത് അറിയത്തില്ല, പക്ഷേ എന്നിട്ടും ആ കാര്യം നമ്മളിലോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കണം. കാരണം നമുക്കറിയാത്ത ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എടുത്ത് നമ്മളത് എങ്ങനെയെങ്കിലും ഇനി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭീഷണിക്കും ഒക്കെ മുന്നിൽ നമ്മൾ വഴങ്ങി കൊടുത്തിട്ട് അത് അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളത് ചെയ്തു തീർക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് വരും. പക്ഷെ അങ്ങനെ അത് ഉണ്ടാകരുത്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മളത് അവിടെ പറഞ്ഞിരിക്കുക. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടും സ്ട്രിക്റ്റായിട്ട് അതിനൊരു പ്രതികരണം നമ്മളവിടെ കൊടുക്കണം. എന്നാൽ നമ്മളിൽ പിന്നീട് അത് അടിച്ചേൽപ്പിക്കാതിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ മിസ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട്
നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രതികരിക്കേണ്ട കറക്റ്റായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതികരിച്ചിരിക്കണം. ഇതൊന്നും പ്രതികരിക്കാതെ കൊണ്ട് വീട്ടിൽ വന്നിരുന്നിട്ട് അയ്യോ ഞാനത് പറഞ്ഞപ്പോൾ അത് തെറ്റായിപ്പോയി, എനിക്കത് പറയേണ്ടതായിരുന്നു, ഇല്ലെങ്കിൽ നാളെ ഇത് തന്നെ എൻ്റെ അവസ്ഥ വരുമല്ലോ എന്ന് ചിന്തിക്കരുത്. കറക്റ്റായിട്ട് ആ സ്ഥാനത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റ ബൈ സി യു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഒപ്പം ഓരോ ലൈക്കും കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.